Hi students, welcome to this session. KTU BTechല് ഫോർത്ത് സെമിസ്റ്ററിലെ എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് തേർഡ് മോഡ്യൂളാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് 2 മോഡ്യൂൾസ്, മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം ഒരു 5 ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഈ ക്ലാസ് കാണുക. അതിനുശേഷം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്. മോഡ്യൂൾ 3 ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ യൂണിയൻ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഏതാണ്? അത് കഴിഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 3ലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂണിയൻ എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണോ? എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെ? അത് ഒരിക്കലും ഒരൊറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. അവിടെ കുറെ ആൾക്കാരുണ്ട്, അല്ലെ? The Union Executive of India consists of President, Head of the State, Vice President, and Prime Minister, and finally the Council of Ministers, who governs the Union and Attorney General. Okay? അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ ആളല്ല അതിന്റെ പവർ. കുറെ പേര് ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അതിൽ ആരൊക്കെയാ ഉള്ളത്? പ്രസിഡന്റ് ഉണ്ട്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഹൂ ഗവേൺസ് ദ യൂണിയൻ ആൻഡ് അറ്റോർണി ജനറൽ. ഇനി ഇതില് മെയിൻ ആയിട്ട് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പ്രസിഡന്റ് ദ എക്സിക്യൂട്ടീവ് അതോറിറ്റി. നമ്മുടെ മെയിൻ ആയിട്ട് ഒരു ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷേ പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എവിടെയുണ്ട്, ആരൊക്കെയുണ്ട്? പ്രൈം മിനിസ്റ്റർ ആണ് അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. അതുപോലെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഹെൽപ്പ് നടത്തുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മെയിൻ ആയിട്ടുള്ള. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രസിഡന്റ് എന്താണ്, പ്രസിഡന്റിനുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ്, ഇതൊക്കെ. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് വൺ, പ്രസിഡന്റിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് പ്രസിഡന്റിലാണ് എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത്. ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ്, അല്ലെ? ഏറ്റവും നമ്മുടെ ഇന്ത്യയിലെ ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ പറയാൻ പറ്റും? പ്രസിഡന്റിനെ പറയാൻ പറ്റും, അല്ലെ? who exercise the executive powers under the supervision and direction of Prime Minister and Council of Minister. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഹെഡായിട്ട് നമുക്ക് പ്രസിഡന്റിനെ പറയാം. പക്ഷെ പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യില്ല. അവിടെ എന്തുണ്ട്? സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ആരൊക്കെയുള്ളത്? പ്രൈം മിനിസ്റ്റേഴ്സും ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലാണ് എല്ലാ പവേഴ്സും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ പേരിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏത് ആർട്ടിക്കിളിലാണ് നമ്മൾ പറയുന്നത്? ആർട്ടിക്കിൾ 52, അല്ലെ? നമ്മുടെ ലാസ്റ്റ് രണ്ട് മോഡ്യൂൾസിലെ ക്ലാസ് കണ്ടിട്ടുണ്ടവർക്കൊന്ന് മനസ്സിലാവും. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ഓരോ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട്, അല്ലെ? അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 52ലാണ് എന്ത് പറയുന്നത്? ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52ലാണ്. He is the first citizen of India and is a symbol of solidarity, unity and integration of the nation. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹീസ് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയാം, അല്ലെ? ആദ്യത്തെ പൗരൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആരെയാണ്? നമ്മുടെ പ്രസിഡന്റിനെയാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് നമുക്കത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയുന്നത്? ആ സിറ്റിസൺ, എന്താണ്, പ്രസിഡന്റ് ആണ് നമ്മുടെ നേഷന്റെ യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും എല്ലാം കണക്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ഹീസ് എ പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ്, അല്ലെ? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താ, പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റെങ്കിലും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യില്ല, അല്ലെ? നമുക്ക് വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാം ആ യൂണിയന്റെ പാർട്ടാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റും. ഇനി എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, അല്ലെ? നമുക്ക് ആദ്യം പ്രസിഡന്റിനെ സെലക്ട് ചെയ്യണം. അപ്പൊ എലക്ഷൻ ഓഫ് പ്രസിഡന്റിന് വേണ്ടി നമുക്ക് ഏതാണ് ആർട്ടിക്കിൾ 54ലാണ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രസിഡന്റിനെ സെലക്ട് ചെയ്യണോ? നമ്മൾ ഈ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ചേർന്നാണോ ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്? അല്ല, അല്ലെ? അതിനൊരു ഇലക്ട്രൽ കോളേജ് ഉണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി. ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആരൊക്കെയാണ് ഇലക്ട്രൽ കോളേജിലുള്ളത്? ഇറ്റ് കംപ്രൈസസ് ഓഫ് elected members of ലോക്സഭ, രാജ്യസഭ. elected members ആണ്, എല്ലാരും സെലക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇറ്റ് കംപ്രൈസസ് ഓഫ് elected members of ലോക്സഭ ആൻഡ് രാജ്യസഭ. അതുപോലെ എന്തൊക്കെയാ? ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി സ്റ്റേറ്റ്,
ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഇവരെല്ലാവരുമാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇലക്ട്രൽ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഇലക്ട്രൽ കോളേജിലുള്ളത്. നമുക്കറിയാം പ്രസിഡന്റിന്റെ ഇലക്ഷനെ പറ്റി നമ്മൾ പറയുന്നത് അതിന്റെ ആർട്ടിക്കിൾ എന്താണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ആർട്ടിക്കിൾ 54 ആണ് പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറയുന്നത്. അപ്പൊ ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുണ്ട്? ലോക്സഭ, രാജ്യസഭയിലെ എലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് ഇവിടുത്തെ എലക്ടഡ് മെമ്പേഴ്സ് ആണ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഓക്കെ, ഇനി പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റ്. ആർക്കൊക്കെ പ്രസിഡന്റ് ആകാം? എന്താണ് ക്വാളിഫിക്കേഷൻ? ആർട്ടിക്കിൾ 58 ക്വാളിഫിക്കേഷനെ പറയുന്നത്. എന്തൊക്കെയായിരിക്കണം? ഹി ഷുഡ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ. അത് ഉറപ്പുള്ള കാര്യം അല്ലേ? പുറത്തിന്റെ ഒരു വിദേശിയായിട്ടുള്ള ആർക്കെങ്കിലും നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പ്രസിഡന്റ് ആവാൻ പറ്റുമോ? ഇല്ല, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മിനിമം ഏജ് ഓഫ് 35 years. അതുപോലെ തന്നെ ഹി ഷുഡ് ക്വാളിഫൈ ദ കണ്ടീഷൻ ടു ബി എലക്ടഡ് ആസ് എ മെമ്പർ ഓഫ് ലോക്സഭ. ലോക്സഭ മെമ്പർ ആകാനുള്ള അവകാശമെങ്കിലും അതിനുവേണ്ട യോഗ്യതയെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി പബ്ലിക് അതോറിറ്റി. അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊന്നും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആവരുത്. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിക്കുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം മെയിൻ ആയിട്ട് യൂണിയൻ ഓഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഉണ്ട്, അതാണ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെ. ഇതിൽ നമ്മൾ പ്രസിഡന്റിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റിനെ നമുക്ക് എന്ത് പറയാം? ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയാം അല്ലെ. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ആർട്ടിക്കിൾ 52 നമ്മുടെ പ്രസിഡന്റിന്റെ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് യൂണിയൻ അല്ലെ. ആ നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു യൂണിയന്റെ പാർട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. പിന്നെ നമ്മൾ പറയുന്നത് എലക്ഷൻ ഓഫ് പ്രസിഡന്റിന്റെ കാര്യം. എലക്ഷൻ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ഏതാണ്? 54. അതിന്റെ ഇലക്ട്രൽ കോളേജിന്റെ കാര്യം പറയണം അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റ്. അവിടെ ആർട്ടിക്കിൾ ഏതായിരുന്നു? 58 അല്ലെ. ഏതൊക്കെയായിരുന്നു? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, മിനിമം ഏജ് 35 years ആയിരിക്കണം, ലോക്സഭയിലേക്കുള്ള സെലക്ഷന് വേണ്ടിയുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലെ പബ്ലിക് അതോറിറ്റിയുടെ ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന ഒരാളാവാൻ പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ദ പ്രൊസീജിയർ ഫോർ ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? പുറത്താക്കൽ. അതിനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പ്രസിഡന്റ് ആവണം അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പുറത്താക്കുന്ന ഒരു നടപടി കാര്യങ്ങളും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് പ്രൊസീജിയർ ഓഫ് ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 61 അല്ലെ. അവിടെ നമുക്ക് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, വയലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വയലേഷൻ മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് വേണ്ടി നമ്മൾ പറയുന്നത്. പക്ഷേ ഇംപീച്ച്മെന്റിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. 1/4 ഓഫ് ദ ലോക്സഭ സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇംപീച്ച്മെന്റ് നടപടികൾ അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എത്രയാണ്? 1/4 ഓഫ് ലോക്സഭ. അതുപോലെ തന്നെ ഒരു നോട്ടീസ് പീരീഡ് ഒക്കെ ഉണ്ടാവും അല്ലെ. 14 days നമ്മൾ നോട്ടീസ് പീരീഡ് കൊടുത്തിരിക്കും പ്രസിഡന്റിന് വേണ്ടി. അതിനുശേഷമാണ് അത് അതിന് ലോക്സഭയും രാജ്യസഭയും പാസ്സായതിനു ശേഷം മാത്രം, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് പാസ്സായാൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീഡിംഗിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ പ്രൊസീജിയർ ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് എ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഇനി അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും? അത് ജസ്റ്റ് നിങ്ങൾ ആ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ തിയറി സബ്ജക്റ്റ് ആണ്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക, മാർക്ക് അനുസരിച്ച് എഴുതുക. ഇപ്പൊ ഇത് ലോങ് ആൻസറിനാണെങ്കിലാണ് ഇത്രയും കാര്യങ്ങൾ വേണ്ടത്, ഷോർട്ട് ആൻസർ ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മെയിൻ ആയിട്ട് ആർട്ടിക്കിൾസ് ഒക്കെ മെൻഷൻ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നുള്ളത്. അപ്പോയിന്റ്മെന്റ്സ് ആരൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്? അറ്റോർണി ജനറൽ ഉണ്ടാവും, കൺട്രോളർ ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചെയർമാൻ, UPSCയുടെ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്, സ്റ്റേറ്റ് ഗവർണേഴ്സ്, ഫൈനാൻസ് കമ്മീഷൻ, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതർ ബാക്ക്വേർഡ് ക്ലാസസ്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, administrator of union territories, appoints speaker, deputy speaker of Lok Sabha and chairman and deputy chairman of Rajya Sabha. അല്ലെ, ഇങ്ങനത്തെ എല്ലാ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ. അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, UPSC, ഇങ്ങനത്തെ എല്ലാ പോയിന്റ്സും നിങ്ങൾ ഇതിൽ എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തുന്നതല്ല, എക്സെട്ര എന്നുള്ള രീതിയിലാണ് നമ്മൾ മാർക്ക് അനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ട, തിയറി സബ്ജക്റ്റ് ആണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ,
അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ആണ് അല്ലെ. നമുക്ക് പ്രസിഡന്റിന്റെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും പറഞ്ഞു, ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്തൊക്കെ പവർ ആണ് പ്രസിഡന്റിന് ഉള്ളത് എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സിക്യൂട്ടീവ് പവർ അല്ലെ. നടത്തിപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിലുള്ള പവറിനാണ് നമുക്ക് എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ. എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ for every executive action that the Indian government takes is to be taken in his name. അല്ലെ, എന്തെങ്കിലും ഒരു പുതിയ നിയമ നടപടികൾ കൊണ്ടുവരുവാണെങ്കിൽ, ഈ അടുത്ത് തന്നെ നമുക്കറിയാവുന്ന അല്ലെ, എന്താണ് ബാലപീഡനങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ തൂക്കിക്കൊല്ലണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേക്കും പ്രസിഡന്റ് സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് അതൊരു ലോ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് നടപടികളും ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുവാണെങ്കിൽ അതിനെ ആ ആക്ഷൻ അത് പ്രസിഡന്റിന്റെ പേരിലാണ് അത് വരുന്നത്. പ്രസിഡന്റിന്റെ ഒപ്പിട്ട് മാത്രമേ നമുക്ക് അതിനെ ഒരു അവകാശം അല്ലെങ്കിൽ നിയമമാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഹി സീക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ ഫ്രം ദ യൂണിയൻ ഗവൺമെന്റ്. പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരു യൂണിയൻ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ അവരുടെ ഒരു സജഷൻ വഴിയാണ് നമ്മൾ പുള്ളി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ he requests PM to submit for consideration of Council of Ministers അല്ലെ. എന്തൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഈ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇവിടെ എല്ലാത്തിനും നമുക്ക് സജഷൻ കൊടുക്കുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു കാര്യങ്ങൾ, അപ്പൊ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം ഒരു യൂണിയൻ ഓഫ് മെമ്പേഴ്സ് അനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ he can declare any area as a scheduled area and has power with respect to the administration of scheduled area and tribal area. ബട്ട് ഷെഡ്യൂൾഡ് ഏരിയ ട്രൈബൽ ഏരിയ എന്നുള്ളതൊക്കെ നമുക്ക് ഏതൊരു ഏരിയനെ വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാൻ വേണ്ടി, അതിനെല്ലാം മാറ്റാൻ വേണ്ടി എക്സിക്യൂട്ടീവ് പവർ ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇംപീച്ച്മെന്റിന്റെ കാര്യവും പറയുന്നതും അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യവും പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ആണ് അല്ലെ. എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് നിയമ നടപടികൾ നടത്താം എന്നുള്ളത്. ഓക്കെ, അപ്പൊ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലെജിസ്ലേറ്റീവ് പവർ അല്ലെ, ലീഗൽ പവർ എന്നുള്ളതാണ്. ഹി ക്യാൻ സമ്മൺസ് ദ പാർലമെന്റ് ആൻഡ് ഡിസോൾവ് ലോക്സഭ. ലോക്സഭയെയൊക്കെ പിരിച്ചുവിടുന്ന അല്ലെ, ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവകാശമുള്ളത് ആർക്കാണ്? ഒരു പവർ ഉള്ളത് ആർക്കാണ്? നമ്മുടെ പ്രസിഡന്റിനാണ് ഉള്ളത്. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മുടെ ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? summons a joint sitting of Lok Sabha and Rajya Sabha in case of a deadlock. അതായത് ഈ ഡെഡ്ലോക്ക് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില ബില്ലൊക്കെ പാസ്സാവാതെ വരുന്ന സമയത്ത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഒക്കെ ഒരു ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവര് രണ്ടുപേരുടെ ചിലപ്പം ലോക്സഭയിൽ പാസ്സാവും, രാജ്യസഭയിൽ പാസ്സാവില്ല. അങ്ങനത്തെ കേസൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ജോയിന്റ് സിറ്റിംഗ് നടത്താൻ വേണ്ടിയുള്ള മുന്നവകാശം നടത്തുന്നതെന്ന് വെച്ചാൽ നടപടികൾ നടത്തുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? അഡ്രസ്സസ് ദ ഇന്ത്യൻ പാർലമെന്റ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ എവറി ജനറൽ ഇലക്ഷൻ. ഇലക്ഷന് ശേഷമുള്ള ഫസ്റ്റ് സെഷന്റെ സമയത്ത് ഇന്ത്യൻ പാർലമെന്റിനെ അഡ്രസ് ചെയ്യുന്ന ആരായിരിക്കും? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതുപോലെ രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം അല്ലെ, ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നമുക്ക് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിലെ 2 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആരായിരുന്നു? പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ഹി കൺസൾട്ട്സ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓൺ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MPs. അപ്പം നമുക്ക് എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള ചോദ്യവും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണ്ടേ, അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കൺസൾട്ട് ചെയ്യുന്നത് ആരായിരുന്നു? പ്രസിഡന്റ് ആണ്. റെക്കമെൻഡ്സ് ഓർ പെർമിറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സർട്ടൺ ടൈപ്പ് ഓഫ് ബിൽസ്. എന്തെങ്കിലും പുതിയ ബില്ലിനെ പറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അത് സമ്മതിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഓർഡിനൻസ് പാസ്സാക്കാനുള്ള പവറും പ്രസിഡന്റിനാണ്. പിന്നെ ലേസ് ദ റിപ്പോർട്ട്സ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ എക്സെട്ര ബിഫോർ ദ പാർലമെന്റ്. പാർലമെന്റ് മുമ്പാകെ ഈ റിപ്പോർട്ടുകളെല്ലാം സമർപ്പിക്കുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പവർ ഓഫ് പ്രസിഡന്റ് ആണ്. നമുക്ക് പലതരത്തിലുള്ള ബില്ലുകളുണ്ട് അല്ലെ. അതില് മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രയർ റെക്കമെൻഡേഷൻ നമ്മൾ കൊടുക്കണമെങ്കിൽ ആർക്കാണ് കൊടുക്കേണ്ടത്? പ്രസിഡന്റാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റ് നമുക്ക് പാർലമെന്റ് മുമ്പായിട്ട് വെക്കുന്നതിനും പ്രസിഡന്റ് ആണ് വെക്കുന്നത്. പിന്നെ ടു മേക്ക് എ ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ്സ് അല്ലെ, പല പല ഗ്രാൻഡുകൾ ഇപ്പം വരുന്നുണ്ട് അല്ലെ. എന്താണ് ഒത്തിരി സഹായങ്ങൾ, നമുക്ക് സഹായ നിധികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഡിമാൻഡ് ചെയ്യുന്നത്, ടു മേക്ക് എ ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ് ഹിസ് റെക്കമെൻഡേഷൻ അല്ലെ, ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്.
അതുപോലെ തന്നെ ഫണ്ട് അല്ലെ, പല കാര്യത്തിനും വേണ്ടി ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഫിനാൻഷ്യൽ പവർ ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതിലെല്ലാം നിങ്ങൾക്ക് പോയിന്റ് ഓർത്തിരിക്കാൻ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പം ജസ്റ്റ് മണി ബിൽ, അതുപോലെ യൂണിയൻ ബഡ്ജറ്റ്, ഇങ്ങനെ ഓരോ പോയിന്റ്സ് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ഫിനാൻഷ്യൽ പവർ ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓരോരോ പോയിന്റ്സ് എഴുതിയാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. ഇപ്പം പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ തന്നെ ഈ 4-5 പവേഴ്സ് എഴുതുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത ഏതാണ്? ജുഡീഷ്യൽ പവർ ഓഫ് ദ പ്രസിഡന്റ്. ജുഡീഷ്യൽ പവർ ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നിയമാവകാശങ്ങൾ അല്ലെ, നിയമത്തിലുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് അഡ്വൈസ് സീക്കുകയും അല്ലെ, അഡ്വൈസ് സീക്കും, ഇതെല്ലാം ചെയ്യുന്നത് ആരായിരുന്നു? പ്രസിഡന്റ്. ഹൗവർ ദ അഡ്വൈസ് ഇസ് നോട്ട് ബൈൻഡിങ് ഓൺ ഹിം. സുപ്രീം കോടതിയുടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രസിഡന്റ് എന്താ ചെയ്യുന്നത്? ജസ്റ്റ് അവരുടെ ഒരു അഡ്വൈസ് സീക്കുന്നുള്ളൂ. പക്ഷെ അതിൽ തന്നെ നിലനിൽക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിൽ നിന്ന്, ആ അഡ്വൈസിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പാർഡണിങ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 72 ആർട്ടിക്കിൾ 72 അനുസരിച്ച് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട് കൊലപാതക കുറ്റമൊക്കെ ചുമത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, അവരെല്ലാം ക്ഷമിക്കാനുള്ള, അവർക്കെല്ലാം എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കാൻ വേണ്ടിയുള്ള കഴിവും ആർക്കാണ്? പവറും ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണുള്ളത്. അതിനെയാണ് നമ്മൾ പാർഡണിങ് പവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അണ്ടർ ആർട്ടിക്കിൾ 72, അത് ശ്രദ്ധിക്കണം. ഏത് ആർട്ടിക്കിൾ വഴിയാണ്? ആർട്ടിക്കിൾ 72ലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത് പാർഡണിങ് പവർ. Pardon with the grant of pardon convicts both conviction and sentence completely absolved. നമുക്ക് ഈ ഈ ചില കുറ്റങ്ങൾക്കുള്ള ഒരു എന്താ പറയണ്ടേ, കേസിൽ നമ്മൾ ചില ഇളവുകളൊക്കെ വരുത്തുമല്ലോ. അതിന് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോയി പ്രസിഡന്റിനോട് സഹായം അപേക്ഷിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ കേസിലെല്ലാം അതിനെയാണ് നമ്മൾ പാർഡണിങ് പവർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതാണ് അടുത്ത പവറായിട്ട് നമുക്ക് പറയാനുള്ളത്, പ്രസിഡന്റിന്റെ ജുഡീഷ്യൽ പവർ. നെക്സ്റ്റ് വൺ പാർഡണിങ് പവർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ്? ഓരോ ആർട്ടിക്കിൾസും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് പവർ. ഡിപ്ലോമാറ്റിക് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ട്രീറ്റീസും അല്ലെ, നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞു, ഓരോ ലോസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊക്കെ വെക്കുമ്പോൾ എന്താ, പ്രസിഡന്റിന്റെ പേരിലാണ് നമ്മൾ അവിടെ പാർലമെന്റിലേക്ക് വെക്കുന്നതും അത് അപ്രൂവ് ചെയ്യുന്നതും പ്രസിഡന്റിന്റെ പേരിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹി ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യ ഇൻ ഇന്റർനാഷണൽ ഫോറംസ് ആൻഡ് അഫയേഴ്സ്. ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അവരുടെ ഒരു നമ്മൾ വേറെ രാജ്യങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും എല്ലായിടത്തും നമ്മൾ പ്രസിഡന്റ് ആണ് മെയിൻ ആയിട്ട് അത് സൈൻ ചെയ്യുന്നതും ട്രീറ്റീസിലൊക്കെ സൈൻ ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ഏതാണ്? മിലിറ്ററി പവർ ഓഫ് ദ പ്രസിഡന്റ്. മിലിറ്ററി കാര്യങ്ങളിലെല്ലാം മെയിൻ ആയിട്ടുള്ള കമാൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റ് ആണ്. നെക്സ്റ്റ് വൺ എമർജൻസി പവർ. നമ്മുടെ ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള എമർജൻസി ഉണ്ട്? നാഷണൽ എമർജൻസി ഉണ്ട്, പ്രസിഡന്റ്സ് റൂൾ, അതുപോലെ ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട് അല്ലെ. അപ്പം ഈ എമർജൻസിയിലെല്ലാം നമുക്ക് എമർജൻസി എല്ലാം ഡിക്ലെയർ ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡിപ്ലോമാറ്റിക് പവർ, മിലിറ്ററി പവർ ഓഫ് പ്രസിഡന്റ് ആൻഡ് എമർജൻസി പവർ ഓഫ് പ്രസിഡന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ഓർഡിനൻസ് മേക്കിംഗ് അല്ലെ. ഓർഡിനൻസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, ആർട്ടിക്കിൾ 123ലാണ് ഓർഡിനൻസ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ ആ പവർ ആർക്കാണ്? പ്രസിഡന്റിനാണ്. അപ്പം ഇതിൽ എന്താ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത്? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ദ പ്രസിഡന്റ് ഹാസ് മെനി ലെജിസ്ലേറ്റീവ് പവർ ആൻഡ് ദിസ് പവർ ഇസ് വൺ ഓഫ് ദം. ഹി പ്രൊമുലേറ്റ്സ് ആൻ ഓർഡിനൻസ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ദ യൂണിയൻ ക്യാബിനറ്റ് അല്ലെ. യൂണിയൻ ക്യാബിനറ്റിന്റെ ഒരു റെക്കമെൻഡേഷൻ വഴി നമുക്ക് എന്താണ്, പുതിയ ഓരോ ആർട്ടിക്കിൾ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന പോലെ ആർട്ടിക്കിൾ 123ലാണ് നമുക്ക് ഓർഡിനൻസ് പാസ്സാവുന്നത് അല്ലെ. അതാണ് ഈ ആർട്ടിക്കിൾ 123 ആണ് ഓർഡിനൻസിനെ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ആരാണ് ഓർഡിനൻസ് പാസ്സാക്കുന്നത്? നമ്മുടെ പ്രസിഡന്റ് ആണ് പാസ്സാവുന്നത്. അതാണ് വേറൊരു പവർ. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീറ്റോ പവർ എന്നുള്ളതാണ്. വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 111ലാണ് നമ്മുടെ വീറ്റോ പവർ. എന്താ വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ?
നമ്മളൊരു പുതിയ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പാർലമെന്റ് ക്യാൻ പാസ് ദ ബിൽ അല്ലെ ബിഫോർ ദ ബിൽ ബിക്കംസ് ആൻ ആക്ട്. പക്ഷേ നമ്മൾ ഈവൻ ദോ രാജ്യസഭയും ലോക്സഭയൊക്കെ പാസ് ആക്കിയാലും പ്രസിഡന്റ് ആണ് അത് അപ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. പക്ഷേ പ്രസിഡന്റിന് ഒരു അവകാശമുണ്ട്. ഹി ക്യാൻ ഐദർ റിജക്ട് ദ ബിൽ ഓർ റിട്ടേൺ ദ ബിൽ ഓർ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ് ടു ദ ബിൽ അല്ലെ. ഒന്നെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം അല്ലെ. അപ്പൊ ഈ അവകാശത്തിനാണ് നമ്മൾ വീറ്റോ പവർ ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ കുറെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ആണ് പറഞ്ഞത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്, എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, അതുപോലെ ഡിപ്ലോമാറ്റിക് പവർ ഉണ്ട്, മിലിറ്ററി പവർ, എമർജൻസി പവർ, ഓർഡിനൻസ് മേക്കിംഗ് പവർ, വീറ്റോ പവർ. ഇതിലെല്ലാം നിങ്ങൾ ജസ്റ്റ് ആർട്ടിക്കിൾ എന്നുള്ളത് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ് അത് പറയുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇത്രയാണ് പ്രസിഡന്റിനെ പറ്റി മെയിൻ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒരു നോക്കുക. നമുക്കിവിടെ ഫസ്റ്റ് യൂണിയൻ എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, പിന്നെ പ്രസിഡന്റ് സ്റ്റാർട്ട് ചെയ്തു, എലക്ഷൻ ഓഫ് പ്രസിഡന്റും ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റും നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ എന്തായിരുന്നു ഇംപീച്ച്മെന്റ്, എങ്ങനെയാണ് ഇംപീച്ച്മെന്റ് നടത്തുന്ന 61 ആർട്ടിക്കിൾ ആണ്. അപ്പോയിന്റ്മെന്റ്സ് പറഞ്ഞു, പവേഴ്സ് ആൻഡ് ഫംഗ്ഷനിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു എക്സിക്യൂട്ടീവ്, പിന്നെ ലെജിസ്ലേറ്റീവ് പവർ, ഫിനാൻഷ്യൽ പവർ, ജുഡീഷ്യൽ പവർ, പാർഡണിംഗ് പവർ, ഡിപ്ലോമാറ്റിക് പവർ, മിലിറ്ററി പവർ, എമർജൻസി പവർ, ഓർഡിനൻസ് മേക്കിംഗ് ആൻഡ് വീറ്റോ പവർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രസിഡന്റിനെ പറ്റി പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈസ് പ്രസിഡന്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഫസ്റ്റ് നമ്മൾ പ്രസിഡന്റിനെ കഴിഞ്ഞു. അപ്പൊ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസ് ഇൻ ദ കൺട്രി ആണ് അല്ലെ, സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസ് ആണ്. അപ്പൊ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യല്ല അല്ലെ, ഒരു ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ് നമുക്ക് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്, പക്ഷേ അവിടെ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റിലെ എല്ലാ മെമ്പേഴ്സിനും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, എലക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, ക്വാളിഫിക്കേഷൻ പറഞ്ഞല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. എന്ത് ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്ന എന്താണ്, ഹി ഷുഡ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. അത് മറക്കരുത് അല്ലെ. നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ, നമ്മൾ നേരത്തെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 ഇയേഴ്സ് ഏജ് ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ നമ്മൾ നേരത്തെ എന്തായിരുന്നു പ്രസിഡന്റിന്റെ കാര്യം ലോക്സഭയുടെ അല്ലെ മിനിമം ക്വാളിഫിക്കേഷൻ വേണം. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് രാജ്യസഭയുടെയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സെയിം കാര്യങ്ങളാണ് യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇനി ലോക്കൽ അതോറിറ്റിയിൽ അങ്ങനത്തെ ഓഫീസിലൊന്നും അപ്ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത്. പിന്നെ ഒരു ടേം ഓഫ് ഓഫീസ് ആണ് അടുത്തത് പറയുന്നത്. ടേം ഓഫ് ഓഫീസ് എത്ര നാള് ഒരു വൈസ് പ്രസിഡന്റിന് ടേം ഓഫ് 5 ഇയേഴ്സ് ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഹി ക്യാൻ റിസൈൻ ഫ്രം ഹിസ് ഓഫീസ് അറ്റ് എനി ടൈം ബൈ അഡ്രസ്സിംഗ് ദ റെസിഗ്നേഷൻ ലെറ്റർ ടു ദ പ്രസിഡന്റ്. ആ 5 ഇയേഴ്സിന് മുമ്പ് നമുക്ക് വൈസ് പ്രസിഡന്റിനെ റിസൈൻ ചെയ്യാം. അപ്പൊ അഡ്രസ് ചെയ്യുന്ന എങ്ങനെയാ, റെസിഗ്നേഷൻ ആർക്ക് അഡ്രസ് ചെയ്യേണ്ടത്, പ്രസിഡന്റിനാണ് അല്ലെ. ആൻഡ് ഹി ക്യാൻ ഓൾസോ ബി റിമൂവ് ഫ്രം ദ ഓഫീസ് ബിഫോർ കംപ്ലീഷൻ ഓഫ് എ ടേം. അവിടെ നമുക്ക് എന്താണ് ഫോർമൽ ഇംപീച്ച്മെന്റ് വേണ്ട അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇംപീച്ച്മെന്റ് വേണമെന്നായിരുന്നു. ഇവിടെ നമുക്ക് എന്താ ഫോർമൽ ആയിട്ടുള്ള ഇംപീച്ച്മെന്റ് വേണ്ട. നമുക്ക് നമ്മുടെ 14 ഡേയ്സ് ആയിട്ടുള്ള അഡ്വാൻസ് ഇത് കൊടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് 14 ഡേയ്സ് ഉള്ള റെസൊല്യൂഷൻ പാസ്സായതിനു ശേഷം നമുക്ക് എന്താ രാജ്യസഭയിലെ ലോക്സഭയിലെ മെമ്പേഴ്സ് എഗ്രി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇംപീച്ച്മെന്റ് നടത്താൻ പറ്റും. ഓക്കെ, ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി ആക്ട് ആസ് ദ എക്സിക്യൂട്ടീവ് പവർ അല്ലെ. എവിടുത്തെ എക്സിക്യൂട്ടീവ് പവർ ആണ് നമുക്ക്, he acts as the president when vacancy occurs in the office of the president due to his resignation, impeachment or death or otherwise. പ്രസിഡന്റിന്റെ അഭാവത്തിൽ പ്രസിഡന്റിന്റെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത് ആരാണ്, വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ വൈസ് പ്രസിഡന്റിനെ പറ്റി പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് മെയിൻ ആയിട്ട് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അതോറിറ്റി ആണ് അല്ലെ, സെക്കൻഡ് അതോറിറ്റി ആണെന്നുള്ള കാര്യം പറയണം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 35 ഇയേഴ്സ് ഉണ്ട്. അതുപോലെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നേരത്തെ ലോക്സഭയാണെന്ന് നമ്മൾ പ്രസിഡന്റിനെ പറഞ്ഞത്, പക്ഷെ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എങ്കിലും വേണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യൂണിയൻ ഗവൺമെന്റിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ ഒന്നും ജോലി ചെയ്യുന്ന ഒരാളാവാൻ പാടില്ല. പിന്നെയുള്ള ടേംസ് ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ, 5 ഇയേഴ്സ് ആണ്. അതിന് മുൻപ് വേണമെങ്കിലും റിസൈൻ ചെയ്യാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നമുക്ക് നടത്താൻ പറ്റും. പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ അവകാശങ്ങളെല്ലാം ഉള്ളത് വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
നെക്സ്റ്റ് നമുക്ക് പ്രൈം മിനിസ്റ്ററിലോട്ട് പോകാലോ. ഓക്കെ, ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു നമുക്ക് പ്രൈം മിനിസ്റ്റർ നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ. സ്റ്റേറ്റിന്റെ ഹെഡ് പ്രസിഡന്റ് ആണെങ്കിൽ ഗവൺമെന്റിന്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ ആണ്. President has to appoint the leader of the majority party in the Lok Sabha as the prime minister. അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? 75 പറയുന്നത്. അപ്പൊ പ്രൈം മിനിസ്റ്ററിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 75 ആണ്. മെജോറിറ്റി, ലോക്സഭയിലെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ലീഡറിനെയാണ് നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അല്ലെ ഹെഡ് ആയിരിക്കും, ഹെഡ് ഓഫ് ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞല്ലേ, പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യാം, മെമ്പേഴ്സിനെ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ആ മിനിസ്റ്റേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ അലോക്കേറ്റ്സ് ആൻഡ് റീഷഫിൾസ് വേരിയസ് പോർട്ട്ഫോളിയോസ്. ഹി ഗൈഡ്സ്, ഡയറക്ട്സ്, കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ മിനിസ്റ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഇതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പവേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് ഇൻ റിലേഷൻ ടു ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ to communicate to the president all decision the council of ministers relating to administration ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രസിഡന്റിന്റെ എല്ലാ ഡിസിഷൻസിനെയും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ തീരുമാനങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ശരി. പിന്നെ നമുക്ക് എന്താണ് പറയാനുള്ളത്? advises the president with regard to the appointment of important officials. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലേ? പ്രസിഡന്റിനെ ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് UPSC അല്ലെ, ആക്ഷൻ കമ്മീഷൻ എക്സെട്ര. അപ്പൊ ഇതിനെല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന, ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസിങ് കമ്മിറ്റി ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് പ്രൈം മിനിസ്റ്ററിനെ പറയാം. പിന്നെ ഉള്ളത് പാർലമെന്റില് പ്രൈം മിനിസ്റ്റർ ആണ് ലീഡർ ഓഫ് ദി ലോവർ ഹൗസ്. അതുപോലെ തന്നെ സമ്മണിങ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ, ഇതെല്ലാം ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആണ്. അതർ പവർ ആൻഡ് ഫങ്ഷൻസ് നമുക്ക് മെയിൻ ആയിട്ട് നീതി ആയോഗ്, നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ, ഇൻഡസ്ട്രിയൽ കൗൺസിൽ, ഇതുപോലെ എല്ലാത്തിന്റെയും ചെയർമാൻ ആയിരിക്കും. അതുപോലെ തന്നെ ചീഫ് സ്പോക്സ്മാൻ ഓഫ് യൂണിയൻ ഗവൺമെന്റ്, ലീഡർ ഓഫ് ദ പാർട്ടി ഇൻ പവർ, ക്രൈസിസ് മാനേജർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും മെയിൻ ആയിട്ടുള്ള ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ക്ലാസ് കേട്ട് നോക്കുക. ഇന്നിപ്പോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്, കാരണം 3 ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്ക് തീർത്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രസിഡന്റ് നോക്കി, വൈസ് പ്രസിഡന്റ് നോക്കി, പ്രൈം മിനിസ്റ്റർ നോക്കി. ക്ലിയർ ആയി തോന്നുന്നു? അല്ലെങ്കിൽ ഒന്നും കൂടെ ക്ലാസ് കേട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.